ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ടയുടെ ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണത് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ വണ്ടി ഐഡിലേക്ക് നിൽക്കുമ്പോൾ സ്ലോ സ്പീഡിൽ നിൽക്കുമ്പോൾ ഓഫായി പോകണ കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സായിട്ടുണ്ടായില്ല, റണ്ണിങ്ങിൽ ഓഫ് ആവണ കംപ്ലയിൻറ്റ്, മോർണിംഗിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, അങ്ങനെ 1-2 കംപ്ലയിൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ വർക്കിന് കയറ്റിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നോക്കുമ്പോൾ നല്ല ഫിൽറ്ററാണ്. ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊക്കെ റീസെറ്റ് ചെയ്താൽ മതി. കമ്പനി ഫിൽറ്റർ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിൻ്റെ ഭാഗമായി നമ്മൾ അഴിച്ച് വെക്കുന്നുണ്ട്. വേറെ ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല, നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണ്. നിലവിൽ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും ബെൽറ്റ് വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ്. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, പൊട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ക്ലച്ച് യൂണിറ്റും അതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്, നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലച്ച് ഔട്ടറായാലും വേറെ അങ്ങനെ ക്ലച്ചിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലച്ച് ചെക്കപ്പിന് വേണ്ടിയിട്ട് അയക്കണമുണ്ടോ. ബെൻഡെക്സിൻ്റെ പെർഫോമൻസും ഓക്കെയാണ് കേട്ടോ, വർക്കിംഗ് ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും. ഇപ്പോൾ ക്ലച്ച് നമ്മൾ ചെയ്തത് ഡ്രൈ ടൈപ്പ് ക്ലച്ചാണ്. അപ്പോൾ നമ്മൾ ഓരോ സർവീസിലും അഴിച്ച് ചെക്ക് ചെയ്യും. ഗ്രീസിങ് എല്ലാ സർവീസിലും ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് ചെറിയൊരു ടൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്താൽ പോലും നമ്മൾ ക്ലച്ച് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഓരോ 10,000 കിലോമീറ്ററിലും ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഓരോ സർവീസിലും ചെക്ക് ചെയ്യും. കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് അത് കൈയോടെ തന്നെ ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ക്ലച്ചിനകത്ത്. പിന്നെ വണ്ടി സ്ലോ സ്പീഡിൽ നിർത്തുമ്പോൾ വണ്ടി ഓഫായി പോകണ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല പൊല്യൂഷൻ നമുക്ക് പാസ്സായിട്ടുമില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ കാർബറേറ്റർ യൂണിറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചായിരുന്നു കേട്ടോ. കാർബറേറ്റർ അത്യാവശ്യം അഴുക്കുണ്ട്. പിന്നെ നമ്മളുടെ ഇപ്പോഴത്തെ പെട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കംപ്ലയിൻ്റാണ്. അതിൻ്റെ അടിഭാഗത്ത് പോയി കഴിഞ്ഞാൽ അറിയാം, ഒരു പൊടി പിടിച്ചാണ് ഒരവസ്ഥയിലേക്ക്. ശരിക്കും പറഞ്ഞാൽ കാർബറേറ്ററിൻ്റെ ആ ചേമ്പർ, ആ കപ്പ് ശരിക്കും ദ്രവിച്ച ഒരവസ്ഥയിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ട് വന്നൊരു കംപ്ലയിൻറ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ E20 പെട്രോളോ വരാം എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ചില വണ്ടികളിൽ മാത്രമാണ് അത്രയും പ്രശ്നമായിട്ട് വന്നുള്ളൂ. ചില വണ്ടികൾക്ക് അങ്ങനെ വേറെ കംപ്ലയിൻറ്റ് കാണിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് കാർബറേറ്ററിനകത്ത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം വരെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓവർഫ്ലോ വരാനൊക്കെ സാധ്യത കൂടുതലാണ്. കാരണം ഞാൻ അതിൻ്റെ ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഫംഗസ് പിടിച്ചുള്ള അവസ്ഥയിലൊക്കെ ഉണ്ട്. ഓവർഫ്ലോ നീഡിൽ വന്നത് ഈ ഹോളിൻ്റെ ഉള്ളിലാണ്. അത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഭാഗമാണത്. അവിടെ ഇതേപോലെ ഒരു ക്ലാവ് പിടിക്കുകയോ അവിടെ നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ പുളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓവർഫ്ലോ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതേപോലെ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻ്റൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതിനുശേഷം കറക്റ്റ് ട്യൂണിങ്ങിലൊക്കെ നിർത്താം. പക്ഷേ ഈ ഓവർഫ്ലോൻ്റെ ഒരു സാധ്യത നമുക്ക് നിലവിലുണ്ട്. അത് നമുക്ക് ഈ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ട് വന്ന പ്രശ്നമാണ്. നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, നമുക്കത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. കൂടുതലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ കാർബറേറ്റർ അസംബ്ലിയെ പടി മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണമുണ്ട് അയച്ച്. അപ്പോൾ നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി. വേറെ കംപ്ലയിൻറ്റോ ബുഷുകൾക്ക് പ്രോബ്ലം അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്ന് ഗ്രീസ് ചെയ്യാം, റീസെറ്റ് ചെയ്യാം. ബ്രേക്കിൻ്റെ ലൈനറായാലും നല്ല ലൈനറാണ്. ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക, റീസെറ്റ് ചെയ്യുക. അതൊക്കെയാണ് മെയിനായിട്ട് അതുമായി ബന്ധപ്പെട്ട് വന്നവർക്ക്. പിന്നെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ടായി കിട്ടാനൊരു ബുദ്ധിമുട്ടൊക്കെയുണ്ട്. സെൽഫ് കിക്കർ അടിക്കുമ്പോൾ സ്റ്റാർട്ട് ആവണമുണ്ടെന്നും പറയണ്ടേ. അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. നമുക്കിത് ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി നമ്മൾ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.43 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ലോ ആയിട്ടാണ് കാണിക്കുക, ബാറ്ററി ലോ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ചാർജ് കുറവ് ഒരല്പം ഫീൽ ചെയ്യുന്നുണ്ട് ബാറ്ററിക്ക്. അപ്പോൾ അതൊന്ന് അഴിച്ച് ഒന്ന് ചാർജിലേക്ക് ഇടാം. ബാറ്ററി ഫുൾ ചാർജ് ചെയ്തിട്ട് വയ്ക്കുക. ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ടെസ്റ്റ് അടിച്ച് നോക്കാം ഇതേപോലെ തന്നെ. അപ്പോൾ ടെസ്റ്റ് അടിക്കുമ്പോൾ ഓക്കെ ആയിട്ടാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഈ ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം കംപ്ലയിൻറ്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ ലൈഫിനാണ് ഡയറക്റ്റ് കംപ്ലയിൻറ്റ്. കാരണം ഈ റെഡ് ലൈറ്റാണ് തെളിയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബാറ്ററി സെൽ ഡാമേജ് വലിയ താമസമില്ലാണ്ട് തന്നെ കാണിക്കും. ഇപ്പോൾ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്താൽ പോലും തൊട്ടടുത്ത് തന്നെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിലവിൽ ലോയാണ്. അപ്പോൾ ഫുൾ ചാർജ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഓട്ടത്തിൽ ഓഫായി പോകണ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായി. അത് നിലവിൽ താക്കോലിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് പറഞ്ഞത്. കീ സെറ്റിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ് പറഞ്ഞിരുന്നത്. അതായത് വണ്ടി ഓഫായി പോയി അതിന് പതുക്കൊന്ന് താക്കോൽ കണക്കൊക്കെ ചെയ്യുമ്പോൾ വണ്ടി റെഡിയായി വരുന്നുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. അത് നമുക്ക് കീ സെറ്റ് എന്ന് പറയുമ്പോൾ സീൽഡ് ടൈപ്പാണ് നമുക്ക് ഈ മോഡൽ തന്നെ. മോഡലെന്നല്ല, നമുക്ക് BS6 വരെ, BS6 മുമ്പുള്ള വണ്ടികൾ വരെ സീൽഡ് ടൈപ്പ് വരാം. BS6 നമുക്ക് ബാക്ക് കോൺടാക്റ്റ് അയച്ച് ക്ലീൻ ചെയ്യാം. ഇതിനകത്ത് പറ്റില്ല. ഇത് നമുക്ക് കീ സെറ്റ് പടി മാറ്റാനേ പറ്റുള്ളൂ. തൽക്കാലം നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് കിട്ടിയൊന്നുമില്ല. പക്ഷെ അങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷേ അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് അതിൻ്റെ ഒരു ലൂബ്രിക്കേഷൻസ്, അതിൻ്റെ ഉള്ളിൽ വന്ന കോൺടാക്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നൊരു സ്പ്രേ ഉണ്ട്.
അതടിച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം. വീണ്ടും കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കീ സെറ്റ് മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ. കാരണം കീ സെറ്റ് എന്ന് പറയുമ്പോൾ ഈ യൂണിറ്റും വരും, സീറ്റ് തുറക്കാനുള്ള താക്കോല് ആ യൂണിറ്റ് അടക്കം തന്നെ. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 600-650 രൂപ നമുക്കതിന് കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഫിറ്റിംഗ് ചാർജ് വേറെ വരും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ മാറണമുണ്ട് കേട്ടോ. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റൊക്കെ നമുക്ക് ഇത് തന്നെ മതി. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമുക്ക് ഇത് തന്നെ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് മെയിനായിട്ട് നമുക്ക് വന്നേക്കണത്. അതിനകത്ത് നമുക്ക് അഡീഷണലായിട്ട് വന്നേക്കുന്നത് കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. അത് നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല, അത് അഡീഷണൽ പുറമെ അതിന് പുറത്ത് വന്ന വർക്കാണ്. കാരണം നമുക്ക് അതിന് ക്ലീനർ ആവശ്യമാണ്, അതിൻ്റെ സ്ലോ ജെറ്റ് മാറ്റേണ്ടതായിട്ടുണ്ട്, അതിൻ്റെ സർവീസ് ചാർജ് വരും. അതെല്ലാം അഡീഷണലായിട്ട് വന്ന വർക്കുകളാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. നോക്കാം, വീഡിയോ ഒന്ന് കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.